അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധമായ ദുൽഹജ്ജിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ്, അതായത് ഈ വർഷത്തെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ്, ഇനിയൊരു വെള്ളിയാഴ്ച രാവ് നമ്മിൽ ആരൊക്കെ ഉണ്ടാവും അല്ലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ നേരിട്ട് വീക്ഷിക്കുന്ന മനോഹരമായ ദിനരാത്രം, ഒരു കൊല്ലം നാം ചെയ്ത എല്ലാ പാപങ്ങളും കഴുകിക്കളയാനുള്ള മനോഹരമായ രാത്രിയും പകലും, ഇതൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നമ്മളെക്കാൾ വലിയ വിഡ്ഢികളാരൻ? ഇപ്പോൾ കുറച്ച് നേരം നമുക്ക് അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള കുറച്ച് അദ്കാറുകൾ ചൊല്ലി അഷ്റഫുൽ ഹൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഹരമായ സ്വലാത്തുകൾ, കുറച്ച് ബൈത്തുകൾ ചൊല്ലിയിട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സറിഞ്ഞ് ദ്വാരക്കണം. ഈ സദസ്സ് ചെറുതാണെങ്കിലും കുറച്ച് അദ്കാറുകളാണ് നമ്മൾ ചൊല്ലണമെങ്കിലും അള്ളാഹുവിങ്കൽ നമ്മുടെ ഇഖ്ലാസിൻ്റെ തോതനുസരിച്ച് അത് വലുതായി തീരണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു റബ്ബുൽ ആലമീൻ അതിനൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. മനസ്സറിഞ്ഞുകൊണ്ട് ഈ മജ്ലിസിൽ പങ്കെടുക്കുക. കരുണക്കടലായ തമ്പുരാൻ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും കഴുകിക്കളയുമാറാകട്ടെ. ഒരു 33 ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് നമുക്കങ്ങ് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. ഇഖ്ലാസോടെയുള്ള തൗബ ഇല്ലേ, ഇഖ്ലാസോടെയുള്ള ഇസ്തിഗ്ഫാർ, അത് മതി പഠിച്ചോന് അല്ലേ. നിങ്ങൾക്ക് ബിരിയാണി ഇഷ്ടമാണോ? ഇഷ്ടമാണ് അല്ലേ. എന്നാൽ ബിരിയാണിയിൽ കുറച്ച് പുഴുവിനെ വാരിയിട്ട് തന്നാൽ നിങ്ങൾ കഴിക്കൂല അല്ലേ. ഇതുപോലെ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ഇബാദത്തുകൾ ഇഷ്ടപ്പെടുന്നവനാണ്, അവനത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നിറച്ച് പുഴുക്കുത്തുകൾ നിറഞ്ഞ ഇഖ്ലാസില്ലാത്ത ഇബാദത്ത് പഠിച്ചോനെന്തിനാ? അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഇബാദത്തുകൊണ്ട് അള്ളാഹ്ക്ക് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ അടിമകളായ ഈ പാവങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് റബ്ബിന് സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് പുഴുക്കുത്ത് നിറഞ്ഞ ഇബാദത്താണെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കും. ഒരുപാട് പുഴുക്കുത്തുകൾ നമ്മുടെ ഇബാദത്തിലൊക്കെ വന്നു പോയിട്ടുണ്ട് അല്ലേ. അള്ളാഹു അതൊക്കെ പുറത്തു തരുമാറാകട്ടെ. മനസ്സറിഞ്ഞുകൊണ്ട് 33 ഇസ്തിഗ്ഫാർ, ശേഷം നമുക്ക് സൂറത്തുൽ ഇഖ്ലാസ് കുറച്ച് ചൊല്ലണം, കുറച്ച് അദ്കാറുകൾ ചൊല്ലണം, അതുപോലെ യാ അക്രമ ബൈത്ത് ചൊല്ലണം, അസ്മാഉൽ ഹുസ്ന ചൊല്ലണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ദ്വാരക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് സങ്കടങ്ങൾ, നമ്മുടെ സ്വബാഹുൽ ഖൈർ സദസ്സ് രാവിലെ കൃത്യം 6 മണിക്ക് നടക്കുന്ന സദസ്സ്, എത്ര ആളുകളുടെ വിഷമങ്ങളാണ് ഓരോരുത്തരും പറയുന്നത്. കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ സങ്കടങ്ങൾ, പ്രയാസങ്ങളാണ്. അള്ളാഹു എല്ലാം നീക്കിത്തരുമാറാകട്ടെ. ഈ സദസ്സിൻ്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു സലാമത്ത് നൽകുമാറാകട്ടെ. അതുപോലെ വരുന്ന മുഹറം 10 ആശുറാൻ്റെ നമ്മൾ 5000 രൂപയുടെ സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ മജ്ലിസിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നവർക്കാണ് അത് ലഭിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അതൊക്കെ ഖൈറായവരിലേക്ക്, അർഹരായവരിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, أستغفر الله العظيم، 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 أستغفر الله العظيم. എല്ലാ ഗുണങ്ങൾ നേടുവാൻ, കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ, സ്വർഗത്തിലൊന്നായി ചേരുവാൻ, ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്,
ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കടം വീടി സന്തോഷിക്കുവാൻ, കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ, ഖൈറായ പാതയിൽ നീങ്ങുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിലും പ്രസവത്തിലെ എളുപ്പത്തിനും ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും ബദരീങ്ങളെ ബറക്കത്തിനാൽ റഹ്മത്ത് തായ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാഉം ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ മൈകാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദണ്ണം വബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹം മൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അസ്ഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതോപാധികളിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട പ്രവാസികളായ സഹോദരങ്ങൾ ഖൈർ നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്. എല്ലാ സങ്കടങ്ങളും അകറ്റി റാഹത്തായ ജീവിതം നാഥനായ റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ ദിനരാത്രങ്ങളിൽ ഏറെ ശ്രേഷ്ഠതയുള്ള ദിക്റുകൾ നമുക്ക് ചൊല്ലാം. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ല കലിമത്ത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر.
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ 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 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر ഈ വിശുദ്ധമായ ദിനരാത്രങ്ങളിൽ ഏറെ മഹത്തരമായ സൂറത്തുൽ ഇഖ്ലാസ് ഒരു 11 തവണ നമുക്ക് പാരായണം ചെയ്യാം. സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായി ഓതുന്നവരെ യാ മാദിഹർ റഹ്മാൻ, അള്ളാഹുവിനെ മദ്ഹ് ചെയ്തവരെ എന്ന് വിളിക്കുന്ന മനോഹരമായ നിമിഷം നാളെ പരലോകത്തുണ്ടെന്നാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവനാൽ മാദിഹർ റഹ്മാൻ എന്ന് വിളിക്കപ്പെടുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم
قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد الله رب العالمين നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അഫ്ളലു മാ ഖുൽതു വന്നബിയ്യൂന ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പ് വന്ന മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു 33 തവണ. അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏത് സദസ്സും സ്വീകരിക്കപ്പെടാൻ ഉതകുന്ന ഏറ്റവും മനോഹരമായ ഒരു കാര്യം ഹബീബിന്റെ മദ്ഹാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്പം ഈ ആക്രമവൈത്ത് ചൊല്ലി ഒരു 33 സ്വലാത്തും ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഈ വിശുദ്ധമായ രാത്രിയുടെ ബറക്കത്ത് നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു കാവൽ നൽകട്ടെ. നമുക്ക് സമാധാനമുള്ള ജീവിതം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മനസ്സിൽ ഒരുപാട് മുറാദുകളുണ്ട്. പ്രത്യേകിച്ച് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നടക്കുന്ന സ്വബാഹുൽ ഖൈർ എന്ന് പറയുന്ന പരിപാടി, അതിലൂടെ ഹംദ് പറഞ്ഞ് ജീവിതം മാറി പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അതിലൂടെയെല്ലാം നമുക്ക് സമാധാനം നൽകുമാറാകട്ടെ. ദുആ വസിയത്തുകൾ അറിയിച്ച ധാരാളം ആളുകളുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു നീക്കുമാറാകട്ടെ. യാ അക്രമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹദീസിൽ ആമീമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം വലൻ യദിഖ റസൂലല്ലാഹി ജാഹുക ബി ഇദൽ കരീമു തഹാലാ ബിസ്മി മുൻതഖിമി
مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والتف بعبدك في دارين إن له صبرا متى تدعوه الأهوال ينهزم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأذن لي صحبي صلاة منك دائمتي على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ما رنحت عذبا تلباني ريح صبا وأتراب العيس حاد العيس بالنغم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم
ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد جبير طلحة وأبي عبيدة وابن عوف عاشر الكرام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സ്വലാത്തുൻ നൂർ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും, നമ്മുടെ ജീവിതത്തിൽ ഇരുളടഞ്ഞ എവിടെയെല്ലാം ഉണ്ടോ നമ്മുടെ കൽബിൽ വെളിച്ചമാണ്, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം വെളിച്ചമാണ്, ഖബറിൽ വെളിച്ചമാണ്, സിറാത്ത് പാലത്തിൽ വെളിച്ചമാണ്, എല്ലായിടത്തും വെളിച്ചമാണ് സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ പ്രകാശമേകുന്ന മനോഹരമായ ഒരു ചെറിയ സ്വലാത്ത് ഒരു 33 തവണ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലിഹി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലിഹി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലിഹി, اللهم صل على النور وأهله، 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 اللهم صل على النور وأهله. ഈ വിശുദ്ധമായ രാത്രിയിലും പകലിലും അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ത് ചോദിച്ചാലും തരുന്ന നിമിഷങ്ങളാണ് ഇതൊക്കെ, അല്ലേ? എന്ത് ചോദിച്ചാലും റബ്ബ് തരും. ഹൃദ്യമായി അല്ലാഹുവിനോട് അസ്മാഉൽ ഹുസ്ന മുൻനിർത്തി നമുക്ക് ചോദിക്കണം. അസ്മാഉൽ ഹുസ്ന മുൻനിർത്തി നമുക്ക് ചോദിക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്മാഉൽ ഹുസ്ന എന്നോടൊപ്പം ഒരുമിച്ചൊന്ന് ചൊല്ലി നോക്കിയേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله
يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله
الذي لم يلد ولم يولد ولم يكن له كفوا أحد. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. ഒരുപാട് ആളുകളാണ് സങ്കടങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ളത്. മക്കളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട് അല്ലേ? മക്കളില്ലാതെ വേദനിക്കുന്നവർ, അസുഖബാധിതരായവർ, കടം കൊണ്ട് വലയുന്നവർ, സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവർ, സ്ഥലം വിറ്റുപോകാനുള്ളവർ, മാരകമായ അസുഖങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെ എന്ത് ലക്ഷ്യം പറഞ്ഞുകൊണ്ടാണോ നിങ്ങൾ ദുആ വസിയ്യത്ത് ചെയ്തിട്ടുള്ളത്? അള്ളാഹു അതെല്ലാം അറിയുന്നവനാണ്. ഈ കമന്റ് ബോക്സിൽ നിറയെ ദുആ വസിയ്യത്തുകളാണ്. അള്ളാഹു എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. ഈ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട് പടച്ചോനെ ഓരോരുത്തരുടെയും മനസ്സറിയുന്ന നാഥ എല്ലാ മുറാദുകളും നീ ഹാസുലാക്കണേ. അല്ലാ മനസ്സറിഞ്ഞ് ചെറിയൊരു ദുആ നമുക്ക് ചെയ്യണം. മനസ്സറിഞ്ഞ് നിങ്ങൾ ആമീൻ പറയും കേട്ടോ. അള്ളാഹു എല്ലാം അറിയുന്നവനാണ് അല്ലേ? അവനോട് തൂങ്ങിയുറക്കം പോലും ഇല്ലല്ലോ. നമ്മുടെ ഖൽബറിയുന്ന നാഥൻ, ഖൽബിനെ തന്നെ പടച്ച നാഥൻ, ഖൽബിലെ രഹസ്യങ്ങളെ പടച്ചു തരുന്ന നാഥൻ, അവനറിയാത്ത എന്തുള്ളത്? മനസ്സറിഞ്ഞ് ആമീൻ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. اللهم أوصل ثواب قراءتنا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات أهل الخير كلهم أجمعين. أرحم الراحماയ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ റഹ്മാനേ. നീ ഖായിബാക്കല്ലേ അല്ലാഹ്, നീ തട്ടിക്കളയല്ലേ അല്ലാഹ്. ഈ വർഷത്തെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണല്ലോ തമ്പുരാനെ. ഒരു വർഷം ഞങ്ങളിൽ നിന്ന് കടന്നു പോകുമ്പോ സംഭവിച്ചു പോയ എല്ലാ പാകപ്പിഴവുകളും നീ പൊറുക്കണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ. നീ പൊറുത്തില്ലെങ്കിൽ ഞങ്ങൾ നിന്റെ നരകത്തിലെ വിറക് കഷ്ണങ്ങളാണല്ലോ അല്ലാ. നീയല്ലാതെ പൊറുക്കുന്നവനില്ലല്ലോ അല്ലാ. നീ പൊറുത്തു നൽകണേ അല്ലാ, തട്ടിക്കളയല്ലേ അല്ലാ. പോകാൻ ഒരിടമില്ല അല്ലാ, നിന്റെ അടിമകളാണല്ലോ അല്ലാ. പടച്ചവനെ ദുർബലരാണ് അല്ലാ, ഈമാൻ കുറഞ്ഞവരാണ് അല്ലാ. ഇസ്തിഖാമ നൽകണേ അല്ലാ. ഹറാമുകളുടെ കൂമ്പാരമായ ഖൽബുള്ളവരാണ് അല്ലാ. നിന്റെ നൂറാനിയത്ത് കൊണ്ട് പ്രകാശപൂരിതമാക്കണേ അല്ലാ. എത്ര ദുആ വസിയ്യത്തുകളാണ് തമ്പുരാനെ. എല്ലാ വസിയ്യത്തുകളും നീ കബൂൽ ചെയ്യണേ അല്ലാ. എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. പ്രത്യേകിച്ച് റിലീഫ് പദ്ധതികളിലേക്ക് ഹദിയകൾ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നവരെ നീ ചേർത്ത് പിടിക്കണേ അല്ലാ. ഈ വർഷത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലെ ഹദിയ ചെയ്യുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് യാ റബ്ബനാ, ഇനി കടന്നു വരുന്നൊരു വർഷം ദാരിദ്ര്യമില്ലാത്ത സന്തോഷം നിറഞ്ഞ സമാധാനം നിറഞ്ഞൊരു വർഷമാക്കി തരണേ അല്ലാ. നീ അങ്ങനെ ഒരു വർഷമാക്കി തരണേ തമ്പുരാനെ. നിന്റെ തൗഫീഖ് നൽകണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണേ അല്ലാ, ഐക്യം നൽകണേ അല്ലാ. ഛിദ്രതകളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, കുടുംബ ബന്ധുക്കൾക്കിടയിൽ നീ ഐക്യം നിലനിർത്തണേ തമ്പുരാനെ. പടച്ചവനെ, പൊന്നുമക്കളെ നന്നാക്കണേ അല്ലാ, അതവുള്ളവരാക്കണേ അല്ലാ. സ്വാലിഹീങ്ങളും നിന്റെ മാദിഹീങ്ങളും നിന്റെ ഹബീബിന്റെ മാദിഹീങ്ങളുമാക്കണേ അല്ലാ. യാ റബ്ബനാ, അവരുടെ പരീക്ഷകളിൽ പരീക്ഷണങ്ങളിൽ വിജയം നൽകണേ അല്ലാ. എല്ലാ മേഖലകളിലും ഉന്നതി നൽകണേ അല്ലാ. അതവുള്ള മക്കളാക്കണേ അല്ലാ. വഴികേടിലാവല്ലേ അല്ലാ. മാതാപിതാക്കളോട് അതവ് കാണിക്കുന്ന പൊന്നുമക്കളാക്കണേ തമ്പുരാനെ. യാ റബ്ബനാ, യാ റബ്ബനാ, എത്ര അസുഖബാധിതരാണ്, നീ ശിഫാ നൽകണേ അല്ലാ. മാറാരോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ഷാഫിയായ റബ്ബേ, നീ ശിഫയാക്കണേ അല്ലാ. തളർന്നു പോകുന്ന അസുഖങ്ങൾ നൽകി പരീക്ഷിക്കല്ലേ അല്ലാ. സ്വന്തം സന്താനങ്ങൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന രോഗങ്ങളെ തരല്ലേ അല്ലാ. കരുണക്കടലായ റബ്ബേ, മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് പടച്ചവനെ നീ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ സുഖപ്രസവത്തിലൂടെ നൽകണേ അല്ലാ. സിസേറിയൻ പറഞ്ഞു
പറഞ്ഞവരുണ്ട്, എളുപ്പത്തിലാക്കണേ അല്ലാ. യാ റബ്ബനാ, വീടില്ലാതെ വേദനിക്കുന്നവർക്ക് ഖൈറായ ഭവനം നൽകണേ അല്ലാ. ഒരുപാട് തടസ്സങ്ങൾ ജീവിതത്തിൽ പറഞ്ഞവർ, പാസ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർ, ലൈസൻസ് റെഡിയാകാൻ കാത്തിരിക്കുന്നവർ, അങ്ങനെ എന്തെല്ലാം പ്രതിസന്ധികൾ മുൻപിലുണ്ടോ എല്ലാം നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കടബാധ്യതകളെ ഏറ്റെടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാ. പടച്ചവനെ, കടക്കാരുടെ മുമ്പിൽ വെച്ച് നാണം കെടേണ്ട അവസ്ഥ നൽകല്ലേ അല്ലാ. യാ റബ്ബനാ, യാ റബ്ബനാ, സിഹറുകൾ, കണ്ണേറുകൾ നീ ബാത്തിലാക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. യാ റബ്ബനാ, പലവിധ രോഗങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടവരുണ്ട്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർ. യാ റബ്ബനാ, എന്ത് പ്രയാസമാണെന്ന് നിനക്കറിയാമല്ലോ റബ്ബേ. ക്യാൻസർ കൊണ്ട്, ട്യൂമർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, എല്ലാം നീയാണ് നൽകുന്നവൻ, നീ തന്നെയാണ് ശിഫയാക്കുന്നവൻ. ഷാഫിയായ റബ്ബേ, നീ ശിഫയാക്കണേ അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ. യാ റബ്ബനാ, യാ റബ്ബനാ, പ്രവാസികളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാ. ഒരു വർഷം ഞങ്ങളിൽ നിന്ന് കടന്നു പോകുമ്പോൾ പാപമോചനം സിദ്ധിച്ചവരിൽ പെടുത്തണേ അല്ലാ. പാപമോചനം ലഭിച്ചവരിൽ പെടുത്തണേ അല്ലാ. ഇസ്തിഗ്ഫാറുകൾ കബൂൽ ചെയ്യണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ അല്ലാ. യാ റബ്ബനാ, നീ ഞങ്ങളെ തഴയല്ലേ തമ്പുരാനെ. മരിക്കുന്നതിന് മുൻപ് കഅബാലയം തവാഫ് ചെയ്യാൻ നിന്റെ ഹബീബായ താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയുടെ ചാര നിന്ന് ഖൽബ് പൊട്ടിയിട്ട് കോടാനുകോടി സലാമുകൾ വർഷിക്കാൻ മഹാഭാഗ്യം നൽകണേ അല്ലാ. മദീന, മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ, നീ മരിപ്പിക്കല്ലേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ, പല ആളുകളും ഖബറിലാണ്. എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഖബറിൽ സന്തോഷ സൗഭാഗ്യങ്ങൾ നൽകണേ അല്ലാ. പടച്ചവനെ, പാപമോചനം നൽകണേ അല്ലാ. സ്വർഗ്ഗപ്പൂന്തോപ്പുകളാക്കണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണേ അല്ലാ. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യതീമുകളാക്കല്ലേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യിത്ത് കാണേണ്ട ദുരവസ്ഥ നൽകല്ലേ അല്ലാ. യാ റബ്ബനാ, യാ റബ്ബനാ, നാളെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോ ആരാരും തുണയില്ലാത്ത സമയത്ത് എൻ്റെ ഉമ്മാക്കെന്നെ വേണ്ട, എൻ്റെ ഉപ്പാക്കെന്നെ വേണ്ട, എൻ്റെ ഇണയ്ക്കോ എൻ്റെ സന്താനങ്ങൾക്കോ ആർക്കും എന്നെ വേണ്ട അല്ലാ. ആരും തിരിഞ്ഞു നോക്കാത്തൊരു കാലം എനിക്ക് വരാനുണ്ട്. അത്ര ഭീകരമായ മഹ്ശറിൽ നിൽക്കുമ്പോഴും എനിക്ക് വേണ്ടി ഓടി വരുന്നൊരു നേതാവുണ്ട്. എൻ്റെ ഹബീബാണത്, എൻ്റെ ത്വബീബാണത്, എൻ്റെ ഷഫീആണത്, താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിലാക്കണേ അല്ലാ. ഞാനുണ്ട് മക്കളെ, നിങ്ങൾക്ക് വേദനിക്കല്ലേ, സങ്കടപ്പെടല്ലേ, കരയല്ലേ എന്ന് പറയുന്ന എൻ്റെ ഉമ്മ പോലും പറയാത്ത വർത്തമാനം നാളെ മഹ്ശറിൽ അതേ ഹബീബായ തങ്ങൾ എന്നോട് പറയുമ്പോൾ അതാസ്വദിക്കാൻ, ഹബീബിന്റെ മുഖത്ത് നോക്കിയിരിക്കാൻ, അവിടുത്തെ ഹൗദുൽ കൗസർ കുടിക്കാൻ, ശഫാഅത്തിലൊന്നുൾപ്പെടാൻ, ആ സദസ്സിൽ എവിടെയെങ്കിലും ഒരു മൂലയിൽ ഇരിക്കാനുള്ള അവസരമെങ്കിലും ലഭിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. നാളെ സ്വർഗത്തിൽ കടക്കുമ്പോൾ ഭാഗ്യം നൽകണേ അല്ലാ. കടന്നാൽ തന്നെ വല്ലാത്തൊരു കൊതിയുണ്ട് റബ്ബേ, വല്ലാത്തൊരു കൊതിയുണ്ട്. ഞങ്ങളെ പടച്ച നാഥനായ നിന്നെയൊന്ന് കാണാൻ മനസ്സ് കൊതിക്കുകയാണ് അല്ലാ. നീ ഞങ്ങളിൽ നിന്ന് മുഖം തിരിക്കല്ലേ അല്ലാ, മുഖം തിരിക്കല്ലേ അല്ലാ. പടച്ചവരെ, ഭാഗ്യം കെട്ടവരാണ്, ഒരുപാട് ഹറാമുകൾ ചെയ്തവരാണ്, തോന്നിയവാസങ്ങൾ ചെയ്തവരാണ്. എന്നാ
എന്നാലും ഞങ്ങൾ നിന്റെ അടിമകളാണല്ലോ അല്ലാ, പുറത്തു നൽകണേ അല്ലാ, ഞങ്ങളിലേക്ക് നോക്കണേ അല്ലാ, നിന്നെ കാണാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാ. യാ റബ്ബനാ ഈമാൻ സലാമത്താക്കണേ അല്ലാ. റബ്ബനാ അൻത വലിയുനാ ഫിദ് ദുനിയാ വൽ ആഖിറ വലാ തുഖയ്യിബ് റജാഅനാ വലാ തുളയ്യിഅ ദുആഅനാ വലാ തറുദ്ദന്ന ഐദിയനാ ഖായിബീൻ. آمين آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്വബാഹുൽ ഖൈർ രാവിലെ കൃത്യം 6 മണിക്ക് നടക്കും. എല്ലാവരും അതിൽ പങ്കെടുക്കണം. അള്ളാഹു യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.